ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നീക്കം. പത്മജ വേണുഗോപാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം വിജയിക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി. ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ്. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മാപ്പ് ചോദിച്ചു. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. KV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി നാമനിർദ്ദേശം ചെയ്ത് സർക്കാർ വിജ്ഞാപനമിറങ്ങി. ഭരണസമിതിയുടെ വനിതാ അംഗമായി CPIയിലെ AU ഷിനിജിയെയും നാമനിർദ്ദേശം ചെയ്തു. ഇരുവരുടെയും സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. നെല്ലിന് അർഹമായ വില ലഭിക്കാതെ കർഷകർ ദുരിതത്തിൽ. മില്ലുടമകളുടെ ചൂഷണത്തിനെതിരെ പ്രതിഷേധം ശക്തം. പഴുവിൽ, വാരിയം, പടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ കാട്ടാന ആക്രമണം. കൃഷിയിടത്തിലെ 1000-ഓളം വാഴകൾ നശിപ്പിച്ചു. അതിരപ്പിള്ളി മലയ്ക്കപ്പാറ റോഡിൽ വിനോദസഞ്ചാരികൾക്ക് ഭീഷണിയായി മഞ്ഞക്കൊമ്പൻ. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനം. ജില്ലയിൽ തൃശൂർ, നാട്ടിക, ഒല്ലൂർ, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. നിലവിൽ MLA-മാരായ K. രാജൻ ഒല്ലൂരിലും CC മുകുന്ദൻ നാട്ടികയിലും വീണ്ടും സ്ഥാനാർത്ഥിയാവും. കൊടുങ്ങല്ലൂരിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, കയ്പമംഗലത്ത് മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. നിലവിലെ MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ എന്നിവർക്ക് സീറ്റുണ്ടാകില്ല. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് CPI നീക്കം. സാറാമ റോബ്സൺ, ഷീല വിജയകുമാർ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. ഇവരെ കൂടാതെ ഒരു LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്ന കാര്യവും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. TCV, തൃശൂർ. പത്മജ വേണുഗോപാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവമ്പാടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സുരേഷ് ഗോപി. ഞാൻ വന്നപ്പോഴൊക്കെ എന്താണ് വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പത്മജ ചേച്ചി മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഫലവത്താക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ ജയിച്ചത്. രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് അട്ടിമറി വിജയമായി മാറാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണ, അതിന് മുന്നലത്തെ തവണ എന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്കൊരു സഞ്ചയ നീക്കമുണ്ട്. അവരുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സിന് അതീതമായിട്ട് ജനങ്ങൾ, വോട്ടേഴ്സ് ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് ഇവിടെ അട്ടിമറി വിജയമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഒരുപക്ഷെ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യത്തിന് ഇവിടെ ബലമാകാൻ പോകുന്നത് അത് തന്നെയാണ്. ശബരിമല വിഷയത്തിലെ ചോദ്യത്തിന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു മറുപടി. അന്നദാനത്തിനെത്തിയ ഭക്തർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താണ് അദ്ദേഹം മടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്ര ബജറ്റിൽ കടലാമ പരിപാലനത്തിന് തുക വകയിരുത്തിയതിനെ പുച്ഛിച്ചവർ പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കുമ്പോൾ അഭിനന്ദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി പ്രകാരം ജില്ലയിലെ ആദ്യത്തെ മത്സ്യഗ്രാമം എടക്കഴിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ റിസർച്ച് നടന്നത് ഗുജറാത്തിലാണെന്നും അതിന്റെ പരിണിതഫലമായി അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി 10 ഇരട്ടി വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യഗ്രാമം മേഖലയെ വലിയ മാറ്റമുണ്ടാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടേറെ ഗുണകരമായ പദ്ധതികൾ ഇതിലുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, PA ഷാഹുൽ ഹമീദ്, ഉഷ രവി, MK അറഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ അദ്ദേഹം മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഗൾഫിൽ പ്രതിസന്ധി ഇരട്ടിയാകുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത്. ഇറാനിൽ നിലവിൽ ഭരണം നടത്തുന്നത് 3-അംഗ സമിതിയാണ്. പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്, പണ്ഡിത സമിതി അംഗം എന്നിവരാണ് ഇതിലുള്ളത്. ഈ സമിതിയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. അയൽ രാജ്യങ്ങളെ ഇനി ആക്രമിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. അതേസമയം അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറാനെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ ആക്രമിക്കുകയും ചെയ്യും. പശ്ചിമേഷ്യയിൽ യുദ്ധം 8 ദിവസം പിന്നിട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ പകൽ ആക്രമണം ശമിച്ചെങ്കിലും രാത്രിയിൽ ഇറാൻ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തി. ബഹ്റിനിലും ഖത്തറിലും ഇറാന്റെ ഡ്രോൺ, മിസൈൽ ആക്രമണ നീക്കങ്ങൾ തകർത്തു. സൌദി റിയാദിൽ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നു. ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇനി ചർച്ചകൾക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കപ്പലുകളെല്ലാം തകർത്തെന്നും നാവികസേനയും വാർത്താവിനിമയ സംവിധാനങ്ങളും നേതാക്കളും ഇല്ലാതായെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധം എത്രനാൾ നീണ്ടാലും കീഴടങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രതികരിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഇതോടെ 853 രൂപയിൽ നിന്ന് 913 രൂപയായി സിലിണ്ടറിന്റെ വില വർദ്ധിച്ചു. വിലവർധന നിലവിൽ വന്നു. പ്രാദേശിക അടിസ്ഥാനത്തിൽ വിലയിൽ വ്യത്യാസം വരും. ഇറാൻ US യുദ്ധം നീണ്ടേക്കുമെന്ന ആശങ്കയാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ വിലയും കുതിച്ചുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ പാചകവാതക സിലിണ്ടറിന്റെ വിലയിലും മാറ്റം വന്നിരിക്കുന്നത്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ബുക്കിംഗുകളിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഗാർഹിക LPG റീഫില്ലുകൾക്ക് 21 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പെട്ടെന്നുണ്ടായ ഡിമാൻഡ് പരിഗണിച്ച് പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും വിതരണം സുസ്ഥിരമാക്കുന്നതിനുമാണ് എണ്ണ വിപണന കമ്പനികളുടെ നടപടി. ലോക്ക് ഇൻ പീരീഡ് എന്ന രീതിയാണ് നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. യുദ്ധം പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം സൃഷ്ടിക്കുമോ എന്ന നിരീക്ഷണത്തിൽ ഗാർഹിക LPG സിലിണ്ടറുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബുക്കിംഗുകളുടെ എണ്ണം കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് നിയന്ത്രണം. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി നാമനിർദ്ദേശം ചെയ്ത് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. ഭരണസമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അംഗമായി CPIയിലെ AU ഷിനിജയെയും നാമനിർദ്ദേശം ചെയ്തു. ഇരുവരും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാവിലെ 10:15 വൈഷ്ണവം ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിക്കും. റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥനെ ചെയർമാനായി തെരഞ്ഞെടുക്കും. ദേവസ്വം ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയന്റെ കാലാവധി ഈ മാസം 13 അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ 4 രാജി സമർപ്പിക്കുകയായിരുന്നു. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 2 തവണ ചെയർമാനായതിനു ശേഷമാണ് VK വിജയൻ രാജി സമർപ്പിക്കുന്നത്. 9-അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റു 3 പേർ സ്ഥിരാംഗങ്ങളാണ്. നെല്ലിന് അർഹമായ വില കിട്ടാതെ ദുരിതത്തിലായി കർഷകർ. മില്ലുടമകളുടെ ചൂഷണത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി. നെല്ലെടുക്കാൻ സപ്ലൈകോ നിയോഗിച്ച മില്ലുകൾ ചേനം തരിശുപടവിൽ ആവശ്യപ്പെട്ട 1.5% കിഴിവ് ഗത്യന്തരമില്ലാതെ കർഷകർ സമ്മതിച്ചതിനെ തുടർന്ന്
മറ്റു പടവുകളിലേക്കും മില്ലുകാരുടെ ചൂഷണം വ്യാപിക്കുന്നു. ഇപ്പോൾ കൊയ്ത്തു നടക്കുന്ന പഴുവിൽ വാരിയംകോൾ പടവിൽ 2.5% കിഴിവിലാണ് മില്ലുകാർ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത്. കൊയ്ത നെല്ല് ചാക്കിലാക്കിയതിനു ശേഷം മില്ലുകാർ നടത്തുന്ന വിലപേശലിന് ഗത്യന്തരമില്ലാതെ കർഷകർ വഴങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിയാണ്. കൊയ്ത നെല്ലിൽ നിന്നും പതിരെല്ലാം മാറ്റി വൃത്തിയാക്കി നൽകിയാൽ കിഴിവില്ലാതെ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് മില്ലുകൾ പിടിവാശി പിടിച്ചതിനെ തുടർന്ന് കർഷകർ വ്യവസ്ഥകൾ അംഗീകരിച്ച് നഷ്ടം സഹിച്ച് നെല്ല് കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. 2.5% കിഴിവ് നൽകിയാൽ 1000 കിലോ നെല്ലിന് 75 കിലോ നെല്ലിന്റെ പണം കർഷകന് നഷ്ടമാകും. ഇതെല്ലാം സഹിച്ച് നെല്ല് നൽകിയാൽ തന്നെ പണം ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് അനിശ്ചിതമാകുന്ന സ്ഥിതിയുമുണ്ട്. TCV തൃശൂർ. അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ കാട്ടാന ആക്രമണം. കൃഷിയിടത്തിലെ 1000-ഓളം വാഴകൾ നശിപ്പിച്ചു. രണ്ടുകൈ സ്വദേശി കണ്ണിക്കുളം രവി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ആനക്കൂട്ടം ഇറങ്ങിയത്. 2 ആഴ്ചയ്ക്ക് ശേഷം വിളവെടുപ്പ് നടത്താനിരുന്ന നേന്ത്രവാഴകളാണ് ആനകൾ തലങ്ങും വിലങ്ങും നടന്ന് ചവിട്ടി മെതിച്ചത്. സംഭവം നടക്കുമ്പോൾ രവി സ്ഥലത്തുണ്ടായിരുന്നില്ല. തോട്ടത്തിന് ചുറ്റുമുള്ള മതിലും ഫെൻസിംഗും തകർത്തായിരുന്നു ആനകളുടെ വരവ്. ഇത് 4ാം തവണയാണ് രവിയുടെ കാർഷിക വിളകൾ ആനകൾ നശിപ്പിക്കുന്നത്. ഇതുവരെയും കൃഷി വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് 65-കാരനായ രവി പറഞ്ഞു. എറണാകുളം കോട്ടയ്ക്കൽ സണ്ണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തോട്ടം. നെല്ലെടുക്കാൻ സപ്ലൈകോ നിയോഗിച്ച മില്ലുകൾ കർഷകരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മില്ലുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പഴുവിൽ വാരിയംപടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു ജോർജ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട്, താന്യം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തുറയൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ CR വേലായുധൻ, സാജൻ ഇയാനി, ചാഴൂർ മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് KK രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളി മലയ്ക്കപ്പാറ റോഡിൽ വിനോദസഞ്ചാര യാത്രയ്ക്ക് ഭീഷണിയാകുന്ന കാട്ടാന മഞ്ഞക്കൊമ്പന്റെ സാന്നിധ്യത്തിന് മാറ്റമില്ല. മദപ്പാടുള്ള കാട്ടാന ശനിയാഴ്ചയും പൊകലപ്പാറ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞു. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കൊമ്പൻ തടഞ്ഞിരുന്നു. മുൻ വർഷങ്ങളിൽ മദപ്പാടുള്ള സമയങ്ങളിൽ ഈ ആന ആളുകളെ വകവരുത്തിയതാണ് ഭീതിക്ക് കാരണം. ഒരു പെൺകുട്ടിയും മറ്റൊരു സ്ത്രീയും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച പകരപ്പാറ ആദിവാസി ഉന്നതിയിൽ ചന്ദ്രന്റെ മരണം മഞ്ഞക്കൊമ്പന്റെ ആക്രമണം മൂലമാണെന്നാണ് നിഗമനം. മദപ്പാട് വേളകളിൽ മാത്രമാണ് ആന റോഡിലിറങ്ങി നിൽക്കുന്നത്. മറ്റു സമയങ്ങളിൽ ഉൾക്കാടുകളിലോ അല്ലെങ്കിൽ എണ്ണപ്പന തോട്ടത്തിലോ ആണ് തീറ്റ തേടാറുള്ളത്. ഇതിനിടെ ആനയുള്ളപ്പോൾ KSRTC ബസ്സുകൾ കാഴ്ചയ്ക്കായി നിർത്തിക്കൊടുക്കുന്നത് പതിവായിട്ടുണ്ടെന്ന് പറയുന്നു. ആളുകൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ബഹളം വയ്ക്കുന്നത് ആനയെ പ്രകോപിപ്പിക്കുകയാണ്. ഇത്തരം പ്രവണത ഉണ്ടാകരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. TCV ചാലക്കുടി. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതാക്കൾക്ക് ഹവിസ് തൂവി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണ നാമജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഹവിസ് തൂവി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്ത് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിൽ ധ്വജദേവതകൾക്കും പരിപാലകർക്കും ശേഷം ക്ഷേത്രപാലകന് ഹവിസ് തൂവിയതോടെ ചടങ്ങ് പൂർത്തിയായി. ദേവതകൾക്ക് ഗുരുവായൂരപ്പന്റെ തങ്കത്തടമ്പിന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നു എന്നതാണ് ഉത്സവ ബലിയിലെ സങ്കല്പം. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 6 മണിക്കൂറോളം ചടങ്ങ് നീണ്ടുനിന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. വെള്ളാങ്ങല്ലൂർ കാരുമാത്രയിൽ വിദ്യാർത്ഥിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കാണം ചുരക്കാട് പറമ്പിൽ ലത്തീഫിന്റെ മകൻ 12 വയസ്സുള്ള സൽമാനാണ് മരിച്ചത്. കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കെ കാൽ വഴുതി വീഴുകയായിരുന്നു. കൂട്ടുകാർ പേടിച്ച് വീട്ടുകാരോട് വിവരം പറഞ്ഞില്ല. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി അന്വേഷിക്കുന്നതിനിടെയാണ് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മൃതദേഹം പുറത്തെടുത്തു. പുത്തൻചിറ വെള്ളൂർ തെക്കുമുറി ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൽമാൻ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ 4 കിലോ കഞ്ചാവുമായി യുവതി പിടിയിലായി. ഒഡീഷ സ്വദേശിനി രേണുബാല ബഹ്റയെയാണ് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ നിന്നും സ്വകാര്യ ബസ്സിൽ വന്നിറങ്ങിയ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ലഹരിവിരുദ്ധ സ്ക്വാഡ് SI വിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഒഡീഷയിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് എത്തിച്ച് കുന്നംകുളം വടക്കേക്കാട് മേഖലകളിൽ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഇവരെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പെരുമ്പിലാവിൽ ഹോട്ടലിൽ തീപിടുത്തം. കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ബുക്ക് റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി.
റെസ്റ്റോറന്റിന്റെ ക്യാഷ് കൌണ്ടറിന് സമീപത്തുള്ള ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പെങ്ങാമുക്കിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലും സ്കൂട്ടറുകളിലും ഇടിച്ച് അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ പെങ്ങാമുക്ക് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. പെങ്ങാമുക്ക് മാർത്തോമ പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. വൈദ്യുതി തൂൺ പൂർണ്ണമായും തകരുകയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 സ്കൂട്ടറുകളിലേക്ക് കാർ ഇടിച്ചു കയറുകയും ചെയ്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അന്താരാഷ്ട്ര വനിതാ ദിനം ഞായറാഴ്ച. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദിനമാണ് വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സ്ത്രീകൾ വിദ്യാഭ്യാസം ആർജിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നതാണ് ദിനം. സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിച്ച് ലിംഗസമത്വം ഉറപ്പാക്കുക എന്നതിനൊപ്പം സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതും ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യമാണ്. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വനിതാ ദിനത്തിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി കേരളത്തിലെ ആദ്യത്തെ വനിതാ പഞ്ചവാദ്യ സംഘം. അരങ്ങേറ്റത്തിനുള്ള കഠിന പരിശീലനത്തിലാണ് 75 പേരടങ്ങുന്ന സംഘം. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലനത്തിനൊടുവിലാണ് 75 സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘം അരങ്ങിലെത്തുന്നത്. ചങ്ങരംകുളം, എടപ്പാൾ, പൊന്നാനി, കുറ്റിപ്പുറം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് സംഘം രൂപീകരിച്ചത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, വീട്ടമ്മമാർ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് സംഘത്തിൽ പ്രവർത്തിക്കുന്നത്. 6 മാസത്തിലധികമായി സംഘം കഠിന പരിശീലനത്തിലായിരുന്നു. സന്തോഷ് ആലങ്കോടാണ് പരിശീലനം നൽകിയത്. 8 വയസ്സുള്ള ശിവന്യ മുതൽ 74 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി വരെ പഞ്ചവാദ്യത്തിൽ അരങ്ങേറ്റം നടത്തുന്നതിന്റെ ആവേശത്തിലാണ്. എല്ലാവരും കൊട്ടുന്നുണ്ട്, അപ്പൊ നമുക്കൊന്ന് പഠിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെയാണ് അന്വേഷിച്ച്. അങ്ങനെ സോപാന സംഗീതമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അതിലാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ മൂക്കുതല കേന്ദ്രീകരിച്ചിട്ട് 10-12 പേരുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് കണ്ടനകത്തേക്ക് വരലും അങ്ങനെയാണ് പഞ്ചവാദ്യം എന്നുള്ള അത് ആശാനും കൂടെ പറഞ്ഞപ്പം എന്നാന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ്. ഞായറാഴ്ച ഇവർ വേദിയിലെത്തി 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാദ്യവിസ്മയം തീർക്കും. അരങ്ങേറ്റത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സ് അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്യും. മേളകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷത വഹിക്കും. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ ജില്ലയിലെ പാഠപുസ്തക വിതരണം ആരംഭിച്ചു. മുല്ലശ്ശേരിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള പാഠപുസ്തക ഹബ്ബിൽ നിന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിതരണം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG രജീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി, PTA പ്രസിഡന്റ് സ്വപ്ന സന്തോഷ്, പ്രധാനാധ്യാപകൻ വാസുദേവൻ, കുടുംബശ്രീ കോർഡിനേറ്റർ അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ നിലവിലെ കരിക്കുലത്തിനൊപ്പം ഗവേഷണത്തിനും ഊന്നൽ നൽകണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ അഭിജിത്ത് ചന്ദ്രകാന്ത് ഷേത്ത് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ മികവിനെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച KUHS മെറിറ്റ് ഡേയിലും പ്രിൻസിപ്പൽസ് കോൺക്ലേവിലും മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിദ്യാർത്ഥികൾ പഠനത്തിനൊപ്പം ഗവേഷണ മേഖലയിലും സജീവമായി പങ്കെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CP വിജയൻ, സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ S ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ S അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ MS സുധീർ, യൂണിവേഴ്സിറ്റി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ശ്രീകുമാർ, റിസർച്ച് ഡീൻ പ്രൊഫസർ ഡോക്ടർ KS ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജുമാഅത്ത് പള്ളിയിൽ നടന്ന നോമ്പുതുറയിൽ പങ്കെടുത്തു. ചെട്ടിയങ്ങാടി പള്ളി ചീഫ് ഇമാം ഇബ്രാഹിം ഫലാഹി, പള്ളി കമ്മിറ്റി പ്രസിഡന്റ് A അബ്ദുൾ ബാസിത്ത്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കൌൺസിലർ രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് കുട്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയെ പുറത്താക്കാൻ ഭരണസമിതിയുടെ നീക്കം. ക്ഷേത്രം അടച്ചിട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ക്ഷേത്ര മേൽശാന്തി ഭാസിയോട് പിരിഞ്ഞുപോകാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖാമൂലം ആവശ്യപ്പെടാതെ സ്ഥാനം ഒഴിയില്ലെന്ന നിലപാടിലായിരുന്നു മേൽശാന്തി. വിഷയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീരുമാനമാവുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നിത്യപൂജയ്ക്കായി മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോൾ പ്രവേശന കവാടം പുതിയ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. നിത്യപൂജ മുടങ്ങുമെന്ന അവസ്ഥ ഉടലെടുത്തതോടെ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തി. ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തി. ഞായറാഴ്ച SHOയുടെ സാന്നിധ്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യാമെന്ന ധാരണയിൽ ക്ഷേത്രം തുറന്ന് പൂജ നടത്തി. സെക്കുലർ ജീവിതം നയിക്കുന്നവരുടെ ഏകദിന സെക്കുലർ കുടുംബ സംഗമവും പുസ്തക പ്രകാശനവും സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. ചടങ്ങ് കവി കൂരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്കുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് പുസ്തക പ്രകാശനവും നടന്നു. സെക്കുലർ ഫോറം ജനറൽ കൺവീനർ T സത്യനാരായണൻ, സംഘാടന സമിതി ചെയർമാൻ PS ഇക്ബാൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ C ചന്ദ്രബാബു, ട്രഷറർ VG ഗോപാലകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ BS പ്രവിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി വാണിജ്യം. പ്രമുഖ ബ്രാൻഡുകളിലുള്ള ചെരുപ്പുകൾ, ഷൂവുകൾ, ബാഗുകൾ എന്നിവയുടെ വൈവിധ്യവും വിപുലവുമായ ശേഖരവും വെഡ്ഡിംഗ് കളക്ഷനുകളുമായി ഫോർച്യൂണിന്റെ 6ാമത് ഷോറൂം തൃശൂർ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനമാരംഭിച്ചു. ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിൽ ബിസ്മില്ല ടവറിൽ പ്രവർത്തനമാരംഭിച്ച ഫോർച്യൂൺ ഷോറൂം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA, ഫുട്ബോൾ താരം IM വിജയൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, കൌൺസിലർ പൂർണിമ സുരേഷ്, ചലച്ചിത്ര നടൻ സുനിൽ സുഗത, ഫോർച്യൂൺ ഉടമ KS സുലൈമാൻ, സിയാദ്, സിറാജ്, സെയ്ദ്, കുടുംബാംഗങ്ങളായ PA മജീദ്, മൂസ ഹാജി, യൂസഫ് ഹാജി തുടങ്ങിയവർ സന്നിഹിതരായി. ഫുട്വെയേഴ്സ്, ബാഗ്സ് വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളായ വുഡ്ലാൻഡ്, ഹാപ്പൻസ്റ്റൺസ്, സ്കെച്ചേഴ്സ്, അമേരിക്കൻ ടൂറിസ്റ്റർ, വൈൽഡ് ക്രാഫ്റ്റ്, VIP തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് വിശാലമായ 2 നിലകളിലായി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ ബ്രാൻഡ് ചെരുപ്പുകളുടെ കമനീയമായ ശേഖരം, ലേഡീസ് ഫാൻസി ചെരുപ്പുകൾ, ട്രോളി ബാഗുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം തുടങ്ങിയവയും ഈ ഷോറൂമിന്റെ സവിശേഷതയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ബ്രാൻഡുകൾക്ക് 60 മുതൽ 70% വരെ വിലയിൽ കിഴിവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9995938301. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,000 രൂപ, പവന് 1,20,000 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നീക്കം. പത്മജ വേണുഗോപാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം വിജയിക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി. ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ്. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മാപ്പ് ചോദിച്ചു. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി നാമനിർദ്ദേശം ചെയ്ത് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. ഭരണസമിതിയുടെ വനിതാ അംഗമായി CPIയിലെ AU ഷിനിജയെയും നാമനിർദ്ദേശം ചെയ്തു. ഇരുവരുടെയും സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. നെല്ലിന് അർഹമായ വില ലഭിക്കാതെ കർഷകർ ദുരിതത്തിൽ. മില്ലുടമകളുടെ ചൂഷണത്തിനെതിരെ പ്രതിഷേധം ശക്തം. പഴുവിൽ വാരിയം പടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ കാട്ടാന ആക്രമണം. കൃഷിയിടത്തിലെ 1000-ഓളം വാഴകൾ നശിപ്പിച്ചു. അതിരപ്പിള്ളി മലയ്ക്കപ്പാറ റോഡിൽ വിനോദസഞ്ചാരികൾക്ക് ഭീഷണിയായി മഞ്ഞക്കൊമ്പൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.